യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മളോട് സംസാരിക്കുന്നു. യേശു പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിതാവിനെയും മാതാവിനെയും സ്വന്തം കുടുംബത്തെയും ഒക്കെ വിട്ടും വെച്ച് എന്നെ അനുധാവനം ചെയ്യട്ടെ. യേശു ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുദിനം നമുക്കുണ്ടാകുന്ന കുരിശുകൾ അതിനെ തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഉപേക്ഷ എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നിനും സ്ഥാനം കൽപ്പിക്കാതിരിക്കുന്നതാണത്. അപ്പോൾ ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് നൽകി. അവിടുന്ന് നമുക്ക് വേണ്ടി കുരിശ് വഹിച്ചു. അവിടുന്ന് പീഡകൾ സഹിച്ച് മരണത്തെ ഏറ്റെടുത്ത് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി. ഇതാണ് ദൈവഹിതം മനസ്സിലാക്കുക. ഇന്ന് മീഡിയയിലൂടെ, അതായത് വർത്തമാനകാലത്തിലെ മാധ്യമത്തിലൂടെ പ്രസിദ്ധി ആർജിക്കാതെ തന്നെ എന്നാൽ ദൈവത്തിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി മഹത്വം പരിശ്രമിച്ച അഗസ്റ്റസിനെ വിശുദ്ധ പദവിയിലേക്ക് ലിയോ പാപ്പ എടുത്തുയർത്തുമ്പോൾ ആധുനിക ലോകത്തിലെ യുവാക്കൾക്ക് അതൊരു മാതൃകയാണ്. കാരണം ഞാൻ ശ്രവിച്ചതാണത്. സ്വന്തം മകൻ്റെ ഭൗതിക ശരീരം, അതായത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള മകൻ്റെ ഭൗതിക ശരീരം ദർശിച്ചുകൊണ്ട് കരയുന്ന അക്വിറ്റസിൻ്റെ അമ്മ. അപ്പോൾ എത്രത്തോളം മാതാപിതാക്കളെ സ്നേഹിക്കുകയും എന്നാൽ ദൈവത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം തന്നെയാണ്. ആകയാൽ ദൈവഹിതം മനസ്സിലാക്കി അത് നിറവേറ്റി നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം ഈ ദിനത്തിൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.